അമേരിക്കയിലെ അരിസോണയിലുള്ള ഫീനിക്സ് സ്കൈ ഹാർബർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരേ നമ്പർ നൽകിയ 2 വിമാനങ്ങൾ ഒരേ സമയം ഒരേ ആകാശപരിധിയിൽ പറന്ന സംഭവം വ്യോമയാന മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതാണ്. ഷിക്കാഗോയിൽ നിന്ന് ലാൻഡ് ചെയ്യാനെത്തിയ വിമാനത്തിനും ഫീനിക്സിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിലും ഒരേ ഫ്ലൈറ്റ് നമ്പറും ഒരേ റേഡിയോ ഫ്രീക്വൻസിയും നൽകിയ എയർലൈൻസിന്റെ ഗുരുതരമായ പിഴവ് നൂറുകണക്കിന് മനുഷ്യജീവനുകളെയാണ് ആകാശത്ത് അപകടമുനമ്പിൽ നിർത്തിയത്. എയർ ട്രാഫിക് കൺട്രോളറുടെ സമയബന്ധിതവും തന്ത്രപരവുമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദുരന്തം ഒഴിവായത്. ഡിജിറ്റലൈസേഷനും നിർമ്മിത ബുദ്ധിയും ഭരിക്കുന്ന ആധുനിക വ്യോമയാന യുഗത്തിലും ഒരേ ഫ്ലൈറ്റ് നമ്പറിൽ 2 വിമാനങ്ങൾ ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടെത്താൻ കമ്പനിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയി എന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പകരം വിമാനം ഏർപ്പെടുത്തുമ്പോൾ കാണിക്കേണ്ട അടിസ്ഥാനപരമായ പരിശോധനകൾ എയർലൈൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. കൂട്ടിയിടിയുടെ വക്കോളമെത്തിയ നിമിഷങ്ങളിൽ ഒട്ടും പരിഭ്രാന്തിയില്ലാതെ 2 വിമാനങ്ങളെയും അറൈവൽ, ഡിപ്പാച്ചർ എന്ന് പ്രത്യേകം തിരിച്ചറിഞ്ഞ് വ്യത്യസ്ത രീതിയിൽ സന്ദേശം നൽകിയ ATCയുടെ സമയോചിതമായ ക്രിയാത്മകത അഭിനന്ദനാർഹമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ വികസിച്ചാലും നിർണായക നിമിഷങ്ങളിൽ മനുഷ്യന്റെ അനുഭവ സമ്പത്തും കാര്യക്ഷമതയും തന്നെയാണ് ജീവൻ രക്ഷാകവചമാകുന്നത് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജീവനക്കാരുടെ സാമർഥ്യത്തിന്മേൽ മാത്രം സുരക്ഷാ സംവിധാനങ്ങളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇത്തരമൊരു ഭീമമായ പിഴവ് സംഭവിച്ചതിനെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സമഗ്രമായ അന്വേഷണം നടത്തണം. വ്യോമയാന ചരിത്രത്തിലെ അവിചാരിത ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും ഇതുപോലുള്ള ചെറിയ മാനുഷിക സാങ്കേതിക പിഴവുകളുടെ ഫലമായിരുന്നു. ഇനിയൊരു വിമാനത്താവളത്തിലും ഇത്തരം ഇരട്ട നമ്പർ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആഗോളതലത്തിൽ തന്നെ കർശനമായ പരിശോധനാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാൻ ഈ സംഭവം കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതേസമയം മറ്റൊരു സംഭവത്തിൽ വിമാനം റദ്ദാക്കിയതിന്റെ ദേഷ്യത്തിൽ വിമാനത്താവളത്തിൽ ബഹളം വെച്ചും കൗണ്ടറിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞും യാത്രക്കാരിയായ യുവതിയുടെ പരാക്രമം. ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവമുണ്ടായത്. കൊൽക്കത്തയിലേക്കുള്ള ഇൻഡിഗോ വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയതാണ് യുവതിയെ പ്രകോപിപ്പിച്ചത്. മാമോനി ഭാരതാണ് അതിക്രമം നടത്തിയത്. ഇവർക്കെതിരെ വിമാനത്താവള അധികൃതർ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്കായിരുന്നു സംഭവം. കൊൽക്കത്തയിലേക്കുള്ള 6E7352 വിമാനത്തിലെ യാത്രക്കാരിയാണ് അതിക്രമം നടത്തിയത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വിമാനം അപ്രതീക്ഷിതമായി റദ്ദാക്കിയതാണ് യുവതിയെ പ്രകോപിപ്പിച്ചത്. CISF ഇൻഡിഗോ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു സംഭവം. യുവതിയുടെ അതിക്രമത്തിൽ മോണിറ്ററിനും കീബോർഡിനും പാസ്പോർട്ട് സ്വൈപ്പിംഗ് മെഷീനും കേടുപാട് സംഭവിച്ചുവെന്നും 49,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു.